ഹലോ. നല്ല നാടൻ ചെമ്മീൻ റോസ്റ്റും കൂന്തൽ റോസ്റ്റൊക്കെ നമ്മൾ മലയാളികളുടെ ഒരു വികാരമാണല്ലേ. ഇന്ന് നമുക്ക് നല്ലൊരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. ഇതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 2 സ്പൂൺ നല്ല മുളക് പൊടി ഇടുന്നുണ്ട്. കാശ്മീരി ചില്ലി കേട്ടോ, അല്ല കേട്ടോ, സാധാരണ മുളക് പൊടിയാണ് യൂസ് ചെയ്യണത്. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഒരു 1/2 സ്പൂൺ ഗരം മസാല ഇട്ടു. പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 10-12 ചെറിയുള്ളി ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/2 തക്കാളി അരിഞ്ഞത് ഇടുന്നുണ്ട്. പിന്നെ ഒരു 4-5 കറിവേപ്പില ഇടുന്നുണ്ട്. ഇത് നന്നായിട്ട് അധികം വെള്ളം ഒഴിക്കാതെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുക. ഇതേപോലെ. എന്നിട്ട് അടികട്ടിയുള്ള ചീനിച്ചട്ടി എടുത്ത് അത് ചൂടാവാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചിട്ട് കുറച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി വെച്ച കൂന്തൽ അതിലേക്ക് ഇടാം. കൂന്തൽ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങും. അതുപോലെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും നമ്മളിത് വേവണ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടി ഇടുന്നുണ്ട്. ക്രഷ്ഡ് ചില്ലി 1 സ്പൂൺ ഇടാം കേട്ടോ. ഞാൻ കാശ്മീരി ചില്ലി ക്രഷ് ചെയ്തതായിരുന്നു ഇട്ടത്. അതുകൊണ്ട് തന്നെ നല്ല കളറ് കിട്ടും. ഇതേപോലെ എനിക്ക് വറ്റി വന്നപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിയണ സമയത്ത് ഒരു 1/4 സ്പൂൺ വീതം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കുറച്ച് ഒരു 1/4 സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇല്ലേ, അതും കൂടി ഇട്ട് ഒരു 5 മിനിറ്റോളം ഇത് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. ഈ പേസ്റ്റിൻ്റെ ഒക്കെ ചുവ ഉണ്ടല്ലോ, പച്ചച്ചുവ, അതൊക്കെ മാറി എണ്ണ ഏകദേശം ഒരു തെളിഞ്ഞു വരുന്ന രീതിയിലേക്ക് നമ്മൾ നന്നായിട്ടിത് വഴറ്റിയെടുക്കുക. പിന്നെ ആവശ്യമെന്ന് തോന്നിയാൽ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഈ ഒരു മിക്സ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൂന്തലൊക്കെ ഒന്ന് ഡ്രൈ ആയി പോവും. അപ്പോൾ കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് സവാള ആഡ് ചെയ്യുക. ഞാനിവിടെ ഒരു 3 സവാള ആട്ടോ എടുത്തിരിക്കുന്നത്. സവാള നേരത്തെ വഴറ്റി ഇതിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ തന്നെ കിടന്ന് നന്നായിട്ട് വഴന്ന് കിട്ടും. പിന്നെ ആവശ്യമെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം ഒഴിക്കാതെ എന്തിനാന്ന് പറഞ്ഞാൽ നമ്മുടെ മസാലയൊക്കെ നമുക്ക് ഇളക്കിയെടുക്കാനുള്ള എളുപ്പത്തിനാണ്. അപ്പോൾ ഞാൻ മാക്സിമം മസാലയൊക്കെ ഇതിലേക്ക് ഇളക്കി പിടിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഞാൻ 1 സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതി കേട്ടോ. അത് ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കും നമ്മുടെ റോസ്റ്റിന്. അപ്പോൾ കൈ എടുക്കാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. മസാല ഒട്ടും തന്നെ കരിയാൻ പാടില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് മസാലയൊക്കെ ഇതിലേക്ക് ഒരു ചട്ടുകം കൊണ്ട് ഇളക്കി യോജിപ്പിക്കുകയാണ്. പിന്നെ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫൈനൽ സ്റ്റേജിൽ. നിങ്ങൾക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ഈ ഒരു സ്റ്റേജിൽ നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യം പോലെ ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ഓയിലി ഒന്നുമല്ല, എന്നാൽ ആവശ്യത്തിന് എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് ഈ കൂന്തൽ വെച്ച് ചെയ്ത അതേ പ്രോസസ്സിൽ നമുക്ക് ചെമ്മീൻ വെച്ചും ഇതുപോലെ റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു സോ മച്ച്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിന് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ഇതും ചോറും തന്നെ ധാരാളമാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്.